ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വാതി എന്ന് പറയുന്ന അഹങ്കാരിയുടെ വായടപ്പിച്ച് നമ്മുടെ പല്ലവി അവിടെ നിന്ന് പോയി. നാണം കെട്ട് സ്വാതി അവിടെ നിൽക്കുക. ഈ സമയത്താണെങ്കിൽ അച്ചുവിനെ കാണാനായിട്ട് വന്ന രണ്ട് കൂട്ടുകാരികൾ അച്ചുവിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഹരി ഇങ്ങനെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അച്ചുവിന് കൊണ്ടുപോയി ഗിഫ്റ്റൊക്കെ കൊടുത്തു, കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. ഈ സമയം നമ്മുടെ ഹരിയാണെങ്കിൽ ആകെ ഇങ്ങനെ ചമ്മി ഇതായിട്ടിരിക്കും കേട്ടോ. ഹരി നല്ല ഭംഗിയായിട്ട് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ചു ഇതൊക്കെ കണ്ട് നല്ല ആസ്വദിച്ചിരിക്കുന്നു. അപ്പോഴേക്കും ഒരു വല്യമ്മ കയറി വന്നു. വല്യമ്മ കയറി വന്നിട്ട് ഇവരിങ്ങനെ നോക്കുക. അന്നത്തെ പരസ്യത്തിൽ അഭിനയിച്ചവരല്ലേ രണ്ടുപേരും എന്നാ വല്യമ്മ ചോദിച്ചു. അത് കണ്ടപ്പോഴേ ഞാൻ എൻ്റെ കൊച്ചുമോളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ രണ്ടുപേരും ഭാവിയിൽ കല്യാണം കഴിക്കുമെന്ന്. അത് കേട്ടപ്പോഴത്തേക്ക് ഹരി ഞെട്ടിയിട്ടോ. അയ്യോ ഒന്നും പറഞ്ഞിരിക്കുക. എൻ്റെ പ്രവചനം അത് വെറുതെ ആയില്ലല്ലോ, രണ്ടാളും ഒന്നിച്ചത് കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയും ആ അമ്മ. പിന്നെ ഈ മെഹന്തി വെച്ച് ലക്ഷണവും പറയും. അറിയാമോ അതെങ്ങനെയാണെന്ന്? അപ്പം ഇല്ല എന്ന് അച്ചു. കല്യാണച്ചക്കൻ കല്യാണ പെണ്ണിൻ്റെ കയ്യിൽ അണിയിക്കുന്ന ഈ ഒരു മെഹന്തിയെ അത് നല്ലതുപോലെ ചുമക്കണം. എത്ര കൂടുതൽ ചുമക്കുന്നോ അത്രയും സ്നേഹം ചെറുക്കന് പെണ്ണിനോട് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും മുത്തശ്ശി? എത്ര സമയം കഴിഞ്ഞാലും മുത്തശ്ശി ഒത്തിരി ചുമക്കുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ചുമക്കാതെ കഴുകുമ്പോൾ മോള് നോക്കിക്കോ, കടും ചുമപ്പായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ചെറുക്കൻ എന്നോട് നല്ല പ്രേമമാണെന്ന് അർത്ഥമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഹരിയേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. പാവം അച്ചു വേണമെങ്കിൽ കിട്ടിയ അവസരം ഇത് അറിയാനുള്ള ആകാംക്ഷയോടെ ഇരിക്കാം. അപ്പോൾ ഹരി ഒന്നും മിണ്ടുന്നില്ല. എന്തോ ഒന്നും മിണ്ടാതിരിക്കണേന്ന് ചോദിച്ചു. നല്ല കുട്ടിയെ അല്ലേ ഭാര്യയായി കിട്ടാൻ പോകുന്നേ എന്നൊക്കെ അമ്മ ഇങ്ങനെ ഹരിയോട് ചോദിക്കും കേട്ടോ. നന്നായി വരും കേട്ടോ, ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴും ഹരി ഇങ്ങനെ വല്ലാണ്ടായിട്ട് ഇരിക്കുക. അപ്പം ശരിയെന്നാൽ വരട്ടെ എന്നും പറഞ്ഞിട്ട് അമ്മ പോകുമ്പം ഞാൻ ശരിയെന്നും പറഞ്ഞ് ഇവരെ അമ്മയെ യാത്രയാക്കി. ആ അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചു എന്ത് കൃത്യമായിട്ട് പറഞ്ഞല്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റി. അപ്പോൾ അവർക്ക് നേരെ ഇങ്ങനെ കണ്ണ് കണ്ടുകൂടാ, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാണ്ടായോ, കഷ്ടം എന്നും പറഞ്ഞ് നമ്മുടെ ഹരി ഇങ്ങനെ അവിടെ ഇരിക്കുക. ഓരോരോന്ന് പറഞ്ഞോണ്ട് വന്നോളൂ എന്നും പറഞ്ഞു. എന്നിട്ട് ഹരി ഇരിക്കുമ്പോൾ ഹരിയെ തന്നെ അച്ചു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് മൈലാഞ്ചി ഇട്ടിട്ട് നമ്മുടെ ഹരി എഴുന്നേറ്റ് പോയപ്പോൾ ഹരി പിന്നീന്ന് വിളിച്ച് അച്ചു. എന്നിട്ട് താങ്ക്സ് പറഞ്ഞു മെഹന്തി ഇട്ടത് തന്നതിന് എന്നിങ്ങനെ പറയുമ്പോൾ എന്ന് ഹരി പറയാം. പിന്നെ ഇല്ല പറയുന്നില്ല, പറയാതെ തന്നെ എല്ലാം അറിയാവുന്ന ആളല്ലേ എന്ന് അച്ചു ചോദിക്കാം. മറക്കില്ല ഞാൻ ഈ ഒരു ദിവസമെന്നും പറഞ്ഞ് നമ്മുടെ അച്ചു ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. ഹരി അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നിഖിലിനെ ആട്ടോ. നിഖിൽ കൂട്ടുകാരും ഒത്ത് വീടി വലിയും സിഗരറ്റ് വലിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കൂട്ടുകാർ എന്തൊക്കെയായിരുന്നു ബാച്ചലർ ലൈഫ് അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുതിയൊരു പെണ്ണ് ജീവിതത്തിലേക്ക് വരാൻ പോവുമല്ലേ, അപ്പോൾ അതിൻ്റെ ടെൻഷനായി ഇവനെന്നൊക്കെ പറയുക. അപ്പോൾ എടാ ഈ ജ്യൂസും ഫുഡും മാത്രമേ ഉള്ളോ, ഹോട്ടായിട്ടൊന്നും ഇല്ലേന്നൊക്കെ കൂട്ടുകാരൻ നിഖിലിനോട് ചോദിക്കാം. ഞങ്ങൾ വിചാരിച്ചാൽ നീ സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാണെന്നൊക്കെ കൂട്ടുകാർ പറയുമ്പോൾ സ്ഥലം ഇതായി പോയില്ലേടാ, ഞാൻ പറഞ്ഞതാ അമ്മയോട് മെഹന്തി ഒന്നും വേണ്ടാന്ന്, കേൾക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ നിഖിൽ പറയുക. എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ നമുക്ക് അടിച്ച് പൊളിക്കായിരുന്നു. എന്തായാലും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, എന്തെങ്കിലും വഴി നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് മതി, കാല് നിലത്തുറക്കരുത്, അത്രയും ഞങ്ങൾക്ക് വേണ്ടു എന്ന് പറഞ്ഞു കൂട്ടുകാർ പറയാം. പിന്നെ പിടിച്ചപ്പോൾ പുളിങ്കൊമ്പിൽ തന്നെ കയറി പിടിച്ചല്ലേടാ എന്നൊക്കെ ചോദിക്കാം. പൂർണിമ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാ. അതിൻ്റെ ഉടമസ്ഥൻ്റെ മോളെ കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ഭാഗ്യമൊക്കെ വേണോടാ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഈ കൂട്ടുകാരൻ നിഖിലിനോട്. പിന്നെ നിനക്ക് തുണിക്കടയിലെ ക്യാഷ് കൗണ്ടറിലിരുന്ന് ക്യാഷ് വേണ്ടി ഇരിക്കാം. ബോംബെ ലൈഫിനോടൊക്കെ നീ ഇനി ബായ് പറഞ്ഞോളാൻ പറഞ്ഞു. ഇനി ഇവിടെ ജീവിക്കുന്നത് സുഖം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാവല്ലോ, പണമാണ് എനിക്ക് ദൈവം. പണത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പൂർണിമ ടെക്സ്റ്റൈൽസിൻ്റെ ക്യാഷ് കൗണ്ടറിലിരുന്ന് പണം എണ്ണുന്നതേ നിങ്ങൾ കാണുന്ന സ്വപ്നമാണെന്നും ഞാൻ കാണുന്ന സ്വപ്നമേ അതിനൊക്കെ മുകളിലാണെന്ന് നിഖിൽ കൂട്ടുകാരോട് പറയാം. അതിനി അധികം സമയമൊന്നുമില്ല. ഇന്നത്തെ രാത്രി ഇരുട്ടി നാളെ നേരം വെളുക്കുമ്പോൾ അത് നടന്നിരിക്കും എന്നും നിഖിൽ ഭയങ്കര പ്രതീക്ഷയോടെ പറയാം. അപ്പം ഞങ്ങളെയൊന്നും നീ മറന്നേക്കരുത് കേട്ടോടാ എന്ന് കൂട്ടുകാർ. ഒരിക്കലും ഇല്ലടാന്ന് നിഖിൽ. വന്ന വഴി കഴിച്ച ചോറ് അതൊന്നും ഒരിക്കലും ഈ നിഖിൽ മറക്കുന്നവനല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഈ സമയത്ത് വീണ്ടും അവിടെ അച്ചുവിനെ ഇരുത്തി മാധവ മേനോൻ സാറിൻ്റെ ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങൾ നിറഞ്ഞൊരു ദിവസമാണെന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുന്ന പെൺകൊച്ചിങ്ങനെ അവിടെ നിന്ന് ഇതൊക്കെ പറയാം. അങ്ങനെ അച്ഛനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നു. അതിനുശേഷം മാധവൻ സാറിനെ പറ്റി പറയാൻ ഈ ലോകത്ത് ഏറ്റവും അവകാശം ഉള്ളത് നമ്മുടെ അമ്മയ്ക്കാണ്, അമ്മ സ്റ്റേജിലേക്ക് വരണമെന്ന് പറഞ്ഞ് പൂർണിമയെ സ്റ്റേജിലേക്ക് വിളിക്കുക. അങ്ങനെ പൂർണിമയെ സ്റ്റേജിലേക്ക് വിളിച്ചു. അങ്ങനെ പൂർണിമ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ഋതുവും സ്വാതിയും ഭയങ്കര ഹാപ്പിയിലാട്ടോ.
അപ്പം ഞാൻ ആദ്യമായി അമ്മയായത് അച്ചു ജനിച്ചപ്പോഴാണെന്നും ഒരു വൈകുന്നേരമാണെന്നും അന്ന് മാധവേട്ടനുമായിട്ട് ഒരു യാത്ര പോയതായിരുന്നു ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ പൂർണിമ പറയാം. ആ യാത്രക്കിടയിൽ വെച്ചാണ് ഇവള് വയറ്റിലുണ്ടായി എന്ന് ഞാൻ ആദ്യമായി അറിയുന്നത് എന്നൊക്കെ പറഞ്ഞു. ആൺകുട്ടിയാകുമെന്നാണ് കരുതിയത്. മാധവേട്ടൻ പറഞ്ഞു പെൺകുഞ്ഞായിരിക്കും എന്ന്. അപ്പം അങ്ങനെ ഇതെല്ലാം എല്ലാവരും കേട്ട് നിൽക്കുമല്ലേ, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷേ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് പ്രതാപൻ്റെ മാത്രമാണ്. അതുപോലെ തന്നെ നിഖിലിൻ്റെ അച്ഛൻ്റെയും അച്ഛൻ്റെ ഇല്ല അമ്മയുടെയും സേതുവും പല്ലവിയും ഒക്കെ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം മാധവേട്ടൻ പറഞ്ഞതായിരുന്നു ശരി, അന്ന് മാത്രമല്ല പിന്നീടും മാധവേട്ടൻ മാത്രമായിരുന്നു ശരിയെന്നും പിന്നെ കാത്തിരിപ്പായിരുന്നു ഇവളുടെ വരവിന് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പൂർണ്ണിമ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ പൂർണിമ ആ ഒരു മകള് ജനിച്ചത്, വളർന്നത്, ആ മകളെ നോക്കിയത്, അമ്മയെന്ന് വിളിച്ചത്, അങ്ങനെ എല്ലാം പറഞ്ഞിങ്ങനെ നമ്മുടെ പൂർണിമ ഇങ്ങനെ പറയുന്നു. ഇന്ന് ഈ നിമിഷം എൻ്റെ മോള് കല്യാണം കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുവാണ്. അപ്പോൾ ഇവളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ നടക്കാനിരിക്കുന്നതും എന്നെ അമ്മയെ എന്ന് വിളിച്ച ആ ഒരു ദിവസം തന്നെയാണെന്നൊക്കെ പറഞ്ഞ് പൂർണിമ ഇങ്ങനെ പറയുക. അപ്പം അതൊക്കെ കേട്ട് അച്ചുവിന് സങ്കടമായി. അച്ചു പാവമാണെന്നും ഒരു പരാതിയും ഒരിക്കലും അവൾ കേൾപ്പിച്ചിട്ടില്ല എന്നും അതുപോലെ വഴക്കു പറയാൻ ഒരവസരം പോലും തരാതെയാണ് അച്ചു വളർന്നതെന്നൊക്കെ കാര്യങ്ങളൊക്കെ പൂർണ്ണിമ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് നിഖിലിൻ്റെ അമ്മ നിന്നിങ്ങനെ തലയാട്ടം കേട്ടോ, ഒരുമാതിരി ആക്കി തലയാട്ടുന്ന പോലെ. അപ്പോൾ എന്നും അച്ചുവിനെക്കുറിച്ച് ഓർത്ത് ഞാൻ അഭിമാനിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണിമ പറഞ്ഞ് നിന്ന് കരയാൻ തുടങ്ങി. എനിക്കൊരസുഖം വന്ന എന്തിന് ഒരു ചെറിയ തലവേദന വന്നാൽ പോലും ഇവളാണ് കൂടെ നിന്ന് എന്നെ ചികിത്സിക്കാറെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് അവർക്കും ഭയങ്കര അപ്പോഴേക്കും പല്ലവിക്കും കരച്ചിൽ വന്നു. പല്ലവി അവിടെ നിന്ന് കണ്ണ് നനയ്ക്കുക. സ്നേഹമുള്ളവളാണ് എൻ്റെ മോള്. അതുപോലെ ഇവളെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ വലിയൊരു നഷ്ടം തന്നെയാണ് ഒരമ്മ എന്നുള്ള നിലയിൽ എനിക്ക് ഉണ്ടാകുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പൂർണ്ണിമ പറയുവാണ്. പക്ഷെ മറ്റു വഴികളൊന്നുമില്ലല്ലേ, എന്നായാലും പോയല്ലേ പറ്റൂ എന്നൊക്കെ നമ്മുടെ പൂർണ്ണിമ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. നല്ലൊരു ജീവിതം ഇവൾക്ക് ഉണ്ടാവട്ടെ എന്നും പറഞ്ഞ് എല്ലാ നന്മകളും ഇവൾക്ക് ഈശ്വരൻ നൽകട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അമ്മ പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോഴേക്കും നമ്മുടെ അച്ചുവിനും കരച്ചിൽ വന്നു. ബേബി ചേച്ചി നിന്ന് കരയുന്നു. അപ്പോൾ നമ്മുടെ പൂർണ്ണിമയും ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്ക് അച്ചു എഴുന്നേറ്റ് എന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുക. കരയല്ലേ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അമ്മയും മോളും തമ്മിലുള്ള ആ ഒരു സ്നേഹമൊക്കെ കണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് മൈക്ക് അവിടെ നിൽക്കുന്ന പെൺകുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ അമ്മ മോളെ അനുകരിക്കുന്നു. ഈ സമയത്ത് പൂർണ്ണിമാമ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ പുള്ളിക്കാരി, അതായത് ഓരോന്ന് പറഞ്ഞതൊക്കെ ഇങ്ങനെ ഏറ്റു പറയുകയാണ് അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്ന പെൺകുട്ടി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ സഹോദരിമാർ സ്റ്റേജിലേക്ക് വിളിക്കുക. അങ്ങനെ സഹോദരിമാർ രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടേക്ക് വന്നു. അതിനുശേഷം പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് നോക്കി നടത്തുന്നതൊക്കെ ഞാനാണ്. അതുപോലെ ഒരു സ്ഥാപനം നോക്കി നടത്തുമ്പോൾ അനുഭവിക്കാനിടയുള്ള മാനസിക സമ്മർദ്ദവും സ്ട്രെസ്സും അതിനെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ ഋതു ഇങ്ങനെ പറയുമ്പോഴല്ല ഋതുവിനെ കളിയാക്കോട്ടെ നിഖിലിൻ്റെ അച്ഛൻ. എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ അച്ചു എന്ന് വിളിക്കുന്ന എൻ്റെ ചേച്ചിയുടെ മുന്നിൽ അതൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതാകുമെന്നും പറഞ്ഞ് നമ്മുടെ ഋതുവും പറയാം. അപ്പോൾ എന്ത് മാജിക്കാണ് ചേച്ചി കാണിക്കുന്നതെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലാകാറില്ല. അച്ചുവിൻ്റെ ഒരു നോട്ടം അല്ലെങ്കിൽ സംസാരം, സാരമില്ല എന്നുള്ളൊരു ആശ്വസിപ്പിക്കൽ, ഇതൊക്കെ മതി മനസ്സ് ശാന്തമാകാനെന്നൊക്കെ ഋതു പറയാം. അപ്പം ഇതൊക്കെ കേട്ട് സേതുവും അതുപോലെ പല്ലവിയൊക്കെ വളരെ സന്തോഷത്തോടെ നിൽക്കുക. പ്രതാപൻ്റെ മുഖമൊക്കെ ഒന്നും പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് കേട്ടോ. ഇനി അങ്ങനെ ഒരാൾ ഇല്ല ഈ വീട്ടിൽ. ഞങ്ങളൊക്കെ ഒരുപാട് മിസ് ചെയ്യും അച്ചുവിനെയെന്നും പറഞ്ഞുകൊണ്ട് ഋതു അവിടെ നിന്ന് കരയുക. അതുപോലെ തന്നെ സ്വാതിയും ഈ വീടിൻ്റെ ആത്മാവ് അതായിരുന്നു അച്ചു ആണ് പോകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. ഈ വീടിൻ്റെ ആത്മാവാണ് ഈ വീടിൻ്റെ പടി ഇറങ്ങാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഋതു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുക കേട്ടോ. ഞങ്ങൾക്ക് നഷ്ടമാണ്, പക്ഷെ കൊണ്ടുപോകുന്നവർക്ക് വലിയ നേട്ടമാണെന്നൊക്കെ പറഞ്ഞ ഋതു ഇങ്ങനെ പറയാം. അതിനുശേഷം ചേട്ടത്തി അനിയത്തിയും കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം പിന്നെ സ്വാതിയുടെ കൂടവായി. സ്വാതിയും അതുപോലെ തന്നെ നമ്മുടെ പല്ലവിയെ പറ്റിയുള്ള അച്ചുവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷം എൻ്റെ അച്ചു ചേച്ചിക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നും പറഞ്ഞു. അങ്ങനത്തെ അവർ സന്തോഷമായിട്ട് ഇങ്ങനെ കരഞ്ഞും സന്തോഷിച്ചും ചേച്ചിയെ പറ്റി പറഞ്ഞും എല്ലാം ഇങ്ങനെ പറഞ്ഞു തീർത്ത് അവരങ്ങ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. ഈ സമയത്ത് സിഗരറ്റ് വലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നിഖിലേട്ടൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുക. ഈ സമയം അച്ചു ഭയങ്കര കരച്ചില്ല. അപ്പം ഇതാണ് രക്തബന്ധം എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും രക്തത്തെ തൊടുന്ന ആ ഒരു നിമിഷം അറിയാതെ നമ്മുടെ ഹൃദയം
അതിങ്ങനെ നുറുങ്ങുന്ന വേദനയോടെ നമ്മൾ വിതുമ്പി പോകും. ആ ഒരു വിതുമ്പലാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടതെന്നൊക്കെ പറഞ്ഞ പെൺകുട്ടി പറയുക. ആ വിതുമ്പലാണ് ജീവിതത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടി ഇങ്ങനെ പറയുക കേട്ടോ. ഈ സമയത്ത് നിഖിലൊന്നും ബാധിക്കാത്ത രീതിയിൽ നിൽക്കാം. ചേച്ചി സ്വന്തം ജീവിതത്തിൽ എന്തായിരുന്നു എന്ന് നമ്മളെ അറിയിച്ച ഋതികയ്ക്കും സ്വാതിക്കും നന്ദിയൊക്കെ പറഞ്ഞു കേട്ടോ. അവരിങ്ങനെ ഇതെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുന്നു. അച്ചു കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചേച്ചിയെ മിസ് ചെയ്യുന്നത് പോലെ ചേച്ചി നിങ്ങളെയും മിസ് ചെയ്യും എന്ന് ഓർക്കുക എന്ന കാര്യമൊക്കെ അന്നേരം പെങ്കൊച്ച് പറയാം. നിഖില പിന്നെ ഭയങ്കര പക്ക ഡീസൻ്റായിട്ട് വന്ന് നിൽക്കുവാണ്. ജീവിതം ഇങ്ങനെ മിസ് ചെയ്യലുകളുടെയും കൂടി ആണെന്നൊക്കെ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത സെഗ്മെൻറ്റിലേക്ക് കടക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ പെങ്കൊച്ച് വിളിച്ചു. അപ്പോഴത്തേക്ക് ഋതുവും സ്വാതിയും കൂടെ എഴുന്നേറ്റ് ചെല്ലുന്നു. അങ്ങനെ അവിടെ ചെറിയ ചെറിയ ഒരു കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ ഒരു സമയത്ത് ഒരു തുണി എടുത്ത് ഋതുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോഴേക്കും കണ്ണുകെട്ടിക്കളിയാണോ എന്ന് നമ്മുടെ സ്വാതി ചോദിച്ചു. ആദ്യം പറയുന്ന അനുസരിക്കാൻ പറഞ്ഞു. എന്തിനാ വെറുതെ അനാവശ്യ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നേ എന്ന് സ്വാതിയോട് ആ പെങ്കൊച്ച് ചോദിക്കുക. അവന്തിക ഒന്ന് മുന്നോട്ട് വരാൻ പറഞ്ഞു. അച്ചുവിനെ വിളിക്കുന്നു. അതിനുശേഷം ഒരു ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചുവിൻ്റെ കണ്ണങ്ങ് കെട്ടി കറുത്ത തുണി വെച്ച് എന്നിട്ട് അച്ചുവിനോട് ഇങ്ങനെ ഒരാളെ തൊടാൻ പറഞ്ഞു. അപ്പോൾ അച്ചു ഇങ്ങനെ കണ്ണ് കെട്ടി ഇങ്ങനെ അവിടെ നിൽക്കില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സേതുവും ഹരിയും മിത്രേട്ടനും കൂടി നമ്മുടെ അച്ഛൻ്റെ വലിയൊരു പ്രതിമ അങ്ങോട്ടേക്ക് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ വലിയൊരു പ്രതിമ കൊണ്ടുവന്ന് ഇങ്ങനെ അവിടെ വെച്ചേക്കും. അപ്പോൾ പെട്ടെന്ന് കൊണ്ടുപോവാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവർ ഇതിങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നു. ആ സമയം ഇത് കണ്ട് സ്വാതിയും ഋതുവും ഒക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ പല്ലവിയും അതുപോലെ പൂർണിമാമ എല്ലാവരും ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുമെന്ന്. ആ സമയത്ത് നമ്മുടെ അച്ചുവിനെ കണ്ണ് കെട്ടി നിർത്തിയിരിക്കുകയല്ലോ. എന്നിട്ട് പതുക്കെ കണ്ണ് അഴിച്ചു അച്ചു കണ്ണഴിച്ച് ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന അച്ഛൻ്റെ പ്രതിമയെ. ഇത് കണ്ടപ്പോഴത്തേക്കും അച്ചുവിൻ്റെ ചങ്ക് തകർന്നു. അച്ചു ആണെങ്കിൽ അച്ഛനെ ഇങ്ങനെ അതായത് പ്രതിമയിൽ ഇങ്ങനെ തൂത്തും തലോടിയൊക്കെ ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഇത് കണ്ടോ ഈ കണ്ണുനീരിനെയാണ് സ്നേഹത്തിൻ്റെ കണ്ണുനീരെന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക. ഈ കണ്ണുനീരിനെയാണ് ഓർമ്മയുടെ കണ്ണുനീരെന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞ പെങ്കൊച്ചു പറയുമ്പോഴേക്കും പൂർണിമ ഭയങ്കര കരച്ചിൽ. മാധവ മേനോൻ എന്ന മരിച്ചുപോയ അച്ഛൻ്റെ സ്മരണയിൽ ഈ മകളുടെ കണ്ണുകളിൽ ഈറനണിയുമ്പോൾ നാമും അറിയാതെ ഈ ദുഃഖത്തിൽ പങ്കുചേരുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. മക്കളെല്ലാവരും അപ്പുറം ഇപ്പുറം വന്ന് നിൽക്കും. അപ്പോൾ ഈ സമയത്ത് ബാക്കി കുടുംബാംഗങ്ങളെ ക്ഷണിച്ചു കൊള്ളുകയാണ് എന്നിങ്ങനെ പെങ്കൊച്ച് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും വന്നു. നമ്മുടെ പൂർണ്ണിമ എല്ലാവരും വന്ന് ഈ പ്രതിമയുടെ അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അച്ചു ആണെങ്കിൽ ആ പ്രതിമയെ കെട്ടിപ്പിടിച്ചാൽ നിൽക്കുന്നത്. ഈ സമയത്ത് പ്രതിമയായിരുന്ന നമ്മുടെ മാധവൻ മുതലാളി ആ ഒരു മനുഷ്യനായി തന്നെ അവിടേക്ക് വന്ന് പല്ലവിയെ ക്ഷണിക്കുകയാണ്. മോളെ പല്ലവി ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ സേതുവിൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ, പല്ലവി വാ മോളെ വന്ന് നിൽക്കാൻ പറഞ്ഞു. ആ സമയത്ത് പല്ലവി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുക. ചമ്മി, അപ്പോൾ നിന്നെ തന്നെ ഞാൻ വിളിക്കുന്നേ, നീയും ഈ വീട്ടിലൊരു അംഗം തന്നെയാണെന്നും നീ ഇല്ലാതെ ഈ കുടുംബചിത്രം എങ്ങനെ പൂർത്തിയാവാനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പോഴേക്കും പല്ലവി ഇങ്ങനെ വല്ലാണ്ടിരിക്കുക കേട്ടോ. വാന്ന് പറഞ്ഞ് പല്ലവിയെ വിളിക്കുക കേട്ടോ. അപ്പോൾ പല്ലവി ഇങ്ങനെ മടിച്ചിങ്ങനെ വന്ന് നിൽക്കുവാണ്. അങ്ങനെ ആ ഒരു സമയത്ത് എൻ്റെ മകളുടെ കല്യാണവേദിയാണ്, ഇവിടെ വെച്ച് മറ്റൊരു കല്യാണത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഞാൻ നടത്താൻ പോവുകയാണ് എന്ന് നമ്മുടെ മാധവ മുതലാളി പറയുന്നു. ഈ നിൽക്കുന്ന സേതുമാധവൻ എന്ന മകൻ ഈ നിൽക്കുന്ന പല്ലവിയെ അടുത്ത് തന്നെ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പല്ലവി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. അച്ഛൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റിയ ഈ മകന് അച്ഛൻ നൽകുന്ന സമ്മാനമാണ് ഈ വിവാഹ വാഗ്ദാനം എന്ന് പറയുന്നു. എല്ലാവരും അന്തം വിട്ട് നിൽക്കുവാണ്. അച്ചുവിൻ്റെ വിവാഹശേഷം ഉടനെ തന്നെ ഈ കല്യാണവും നടക്കുമെന്നും അദ്ദേഹം പറയുക. പല്ലവിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ സേതു ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എൻ്റെ മോൻ ഈ ഒരു നല്ല ദിവസത്തിൽ കരയാൻ പാടുണ്ടോയെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ഇല്ല, കണ്ണിൽ കരട് പോയതാണെന്ന് സേതു പറയുക കേട്ടോ. അങ്ങനെ അതേ മരിച്ചുപോയ മാധവൻ മുതലാളി നേരിട്ട് വന്ന് ആ ഒരു വലിയ ചടങ്ങ് പൂർത്തിയാക്കുന്നു. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ആ കല്യാണ ദിവസത്തിൻ്റെ ആ ഒരു ഇതെല്ലാം നടക്കുന്നു. അച്ഛൻ്റെ പ്രതിമയിൽ തൊട്ട് നമ്മുടെ സേതു അനുഗ്രഹം വാങ്ങുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. അപ്പോൾ സേതു ഇതൊക്കെ സ്വപ്നം കണ്ടതായിരുന്നു. പ്രതിമ അച്ഛനായി വന്നതും അതുപോലെ തന്നെ അച്ഛൻ ഇതൊക്കെ അനൗൺസ് ചെയ്യുന്നതും പിന്നെ മറ്റ് സംഭവങ്ങളൊക്കെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് സേതു അച്ഛനായിരുന്നില്ല, അത് പ്രതിമ തന്നെ ആയിരുന്നു എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണേ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റ.